ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നിരന്തര വധഭീഷണി കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ മട്ടന്നൂരിലെ എയർപോർട്ടിലുള്ള കുനിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന ഗംഗാധരൻ മാസ്റ്ററുടെയും രോഹിണിയുടെയും അവരുടെ മരിച്ചു അവരുടെ മകനാണ്. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ദീർഘകാലം കേരള ഗവൺമെന്റിന്റെ കൃഷി വകുപ്പിൽ അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസറായിട്ട് ജോലി ചെയ്തു. അവസാനം അഞ്ചരക്കണ്ടി കൃഷി ഓഫീസറും അഞ്ചരക്കണ്ടി കൃഷിഭവനിൽ നിന്ന് അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസറെ എനിക്ക് വധഭീഷണി കാരണം എടുക്കേണ്ടി വന്നു. കാരണം അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ടി വി സിന്ധിയും മക്കളുടെ ജിബിനും സുബിനും നടത്തിയ പ്രൊപ്പഗൻഡയുടെ ഭാഗമായിട്ട് എന്റെ കൈവത്തും കാലുവത്തും തലവത്തും എന്നുള്ള ഭീഷണി ഉണ്ടായതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വ്യാസം എടുത്തത്. അതായത് 10 വർഷം മുമ്പാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും ഈ വീഡിയോ ചെയ്യാൻ നിർബന്ധിതമായിട്ടുള്ളത് പുതിയ സാഹചര്യങ്ങൾ സമ്മർദ്ദം കൊണ്ടാണ്. ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. ഞാൻ സർക്കാർ സർവീസിൽ ഇരിക്കും തന്നെയും ധാരാളം വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, സെൽഫ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് യാതൊരു ഛേദം ഉണ്ടായിട്ടില്ല. 2011 മുതൽ ഞാൻ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. 2015 ഞാൻ വളരെ ഇട്ടമിട്ടിരിക്കുന്നത്. ഇപ്പോ സാഹിത്യ പ്രവർത്തനം തുടർന്നുണ്ട്. സാഹിത്യകാരനാകാനുള്ള വലിയൊരു ആകാംക്ഷയും താല്പര്യമുകൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ ഞാൻ ഇത്തരണത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്റെ പുസ്തകങ്ങളുടെ കവർ ഡിസൈൻസ് ആണ്. ഞാനത് ഫോട്ടോകോപ്പി എടുത്തതാണ്. ഇത് കുറച്ച് പുസ്തകങ്ങളാണ്. ഞാൻ ഏതാണ്ട് 9 പുസ്തകങ്ങൾ ഓൾറെഡി സെൽഫ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് എനിക്കെതിരെ ഉയർന്ന വധഭീഷണിയെ കുറിച്ച് ഞാൻ നേരത്തെ പല വീട്ടിലും പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വായന്തൂർ എയർപോർട്ടിലുള്ള ഞങ്ങളുടെ അയൽവാസിയായിട്ടുള്ള പി കെ ജഗന്നാഥൻ, അവരുടെ അന്തരിച്ച ജ്യേഷ്ഠൻ പി കെ വേണുഗോപാലിന്റെ മക്കളെ രാഹുൽ വിവേകാനന്ദൻ, അവർ നമ്മൾ നോട്ടപ്പുള്ളിയാക്കി കൊല്ലാൻ പദ്ധതിയിട്ടതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു മുനിസിപ്പാലിറ്റി ചെയർമാനായിട്ടുള്ള എൻ ഷാഹിത്ത്, ഇപ്പോഴത്തെ ചെയർമാൻ എൻ ഷാഹിത്ത്, പഴയ ചെയർമാനായിട്ടുള്ള പി പുരുഷോത്തമൻ, എം രാജൻ മാർക്സ് ചോട്ട് നേതാവ്, എൻ വി ചന്ദ്രബാബു മാർക്സ് ചോട്ട് നേതാവ്, കെ കെ ശൈൽ സിസ്റ്റർ, അവരുടെ ഭർത്താവ് ഭാസ്കര മാഷ്, മാർക്സ് നേതാക്കന്മാള്, അതുപോലെ തന്നെ മറ്റൊരു മഹാദേവ ക്ഷേത്രം പ്രസിഡന്റായിരുന്ന ബാലമാസ്റ്ററുടെ അദ്ദേഹം അന്തരിച്ച മക്കളായിട്ടുള്ള സി എച്ച് മോഹൻദാസ്, ശങ്കരവിദ്യാപീഠ ട്രസ്റ്റിന്റെ മുതലാളി. ശങ്കരവിദ്യാപീഠ ട്രസ്റ്റ് വെച്ചാൽ 100-150 കോടി ആസ്തി ഉണ്ടാവും. യൂണിവേഴ്സിറ്റി കോളേജ് ശങ്കരവിദ്യാപീഠ ട്രസ്റ്റ് അതിന് മുതലാളി. പിന്നെ പി കെ ജഗന്നാഥന്റെ ബന്ധുക്കളാണ്, സുഹൃത്തുക്കളായിട്ടുള്ള മട്ടന്നൂരിലെ ബാംഗ്ലൂരിലെ എയർപോർട്ടിലെ പി കെ ജഗന്നാഥന്റെ, ഞങ്ങളുടെ കുടുംബ നശിപ്പിക്കാൻ ബന്ധപ്പെട്ട പി കെ ജഗന്നാഥന്റെ ബന്ധുക്കളാണ്, സുഹൃത്തുക്കളാണ് ഇവരുള്ള. അതുപോലെ പച്ചസാരൻ, മറ്റൊരു കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഡയറക്ടർ. അതുപോലെ തന്നെ എന്റെ മൂത്തമ്മയുടെ മകൻ കൂട്ടുപോയ രാജൻ, പച്ചസാരന്റെ സുഹൃത്ത്. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥരാകുമ്പോൾ എന്നെ വെട്ടിയാടിയ കൂട്ടുപോയ രാജൻ. അപ്പൊ ഇവരൊക്കെ സംഘടിതമായിട്ട് സി എച്ച് മോഹൻദാസ്, പി പുരുഷോത്തമൻ, എൻ ഷാഹിത്ത്, കെ കെ ശൈലജ, കൂട്ടുവരാജൻ, പച്ചസാരത്ത്, അതുപോലെ തന്നെ ബാലഭാഷ മകനായിട്ടുള്ള സി എച്ച് മോഹൻദാസ്, അതുപോലെ തന്നെ അയാളുടെ അനിയൻ KPCC മെമ്പർ, മുൻ മെമ്പർ CM കരുണാകരന്റെ മകൻ വിജേഷ്, ഇവരൊക്കെ നടത്തിയ സംഘടിത പദ്ധതിയുടെ ഭാഗമായിട്ട് വേട്ടയാടപ്പെട്ട മനുഷ്യരാണ്. ഒരു ഉപാധി എന്താണ്? ഞാൻ മുത്തപ്പനെ ഉപാസിക്കുന്നു എന്നായിരുന്നു ആദ്യകാലത്ത്. 16, 17, 18 വയസ്സിലൊക്കെ ഞാൻ മുത്തപ്പനെ ഉപാസിച്ചിട്ടുണ്ട്. സത്യമാണ്. എന്താ കാരണം വെച്ചാൽ 1-ാം വിളയും 2-ാം വിളയും എടുക്കുമ്പോ വിള കൊയ്യുന്നതിന് മുമ്പായിട്ട് മുത്തപ്പന് പൈകുറ്റി വെക്കും. വേറെ കെട്ടിയടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല, വെറും പൈകുറ്റി വെക്കൽ മാത്രം. എന്തുകൊണ്ടായി ഈ പൈകുറ്റി വെക്കുന്നത്? 1-ാം വിളയും 2-ാം വിളയും എടുക്കുമ്പോ എപ്പോ എന്റെ അപ്പാപ്പൻ പൈകുറ്റി വെക്കലുണ്ട്, അതുകൊണ്ടാണ്. പിന്നെയാണ് ഞാൻ ഈ മുത്തപ്പൻ എന്ന് മനസ്സിലാക്കിയത്. ഇത് തീട്ട മുത്തപ്പനാണ്, അഭേദ്യ മുത്തപ്പനാണ്, ഇത് ജമ്മിമാരുടെ മുത്തപ്പനാണ്. ഞാനത് 10-20 വയസ്സായപ്പോ ഞാൻ അത് ഉപേക്ഷിച്ചു. എനിക്ക് സർക്കാർ ജോലി കിട്ടി, ഞാൻ അത് ഉപേക്ഷിച്ചു. ആ ജന്മി മുത്തപ്പനെ ഞാൻ ഉപേക്ഷിച്ചു. നമ്പ്യാന്മാരെയും നായന്മാരെയും ജമ്മി മുത്തപ്പനെ, തീയ ജമ്മിമാരുടെ ഈ മുത്തപ്പനെ ഞാൻ ഉപേക്ഷിച്ചു. 20 വയസ്സിൽ സർക്കാർ ജോലി കിട്ടി. എന്നോട് ഞാൻ ഉപേക്ഷിക്കുന്നത് ഇതിന് വധഭീഷണിയാണ്, തല കൊയ്യും. ഞാൻ കാസർഗോഡായോണ്ട് രക്ഷപ്പെട്ടു. 5-6 കൊല്ലം കാസർഗോഡ്. കണ്ണൂർ ജില്ലയ്ക്ക് മുന്നേ ട്രാൻസ്ഫർ ആയിട്ട് തിരിച്ചു വന്നത് എന്റെ 5 പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ചേക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്ക് എന്നെ വേട്ടയാണ്.
ഈ മുത്തപ്പന്റെ പേര് ഒരട്ട വെട്ടുകയാണ്. പ്രശ്നം മടപ്പുരന്റെ പേരിലെ വെട്ടുകയാണ്. പ്രശ്നം മടപ്പുരന്റെ പേരിൽ വെട്ടുക കാരണം ചില പ്രശ്നക്കടവില് ഈ കൂട്ടുരാജന്റെ പെങ്ങള് കൗസല്യുണ്ട്, രാഘവനുണ്ട്, ഭർത്താവ്, അവരുടെ കുടുംബമുണ്ട്. അവരുടെ സ്വാധീനം വെച്ചിട്ട് മുത്തപ്പന്റെ പേരിൽ എന്നെ വെട്ടുകയാണ്. അപ്പൊ അമേദ്യ മുത്തപ്പനാണ് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളെ പെരുങ്ങോട്ടുകാർ കാണുന്നില്ലേ സ്ത്രീകളെ ലേഖയായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ? ആരായില്ല പുറകെയുള്ളത്? വിനീത് ശ്രീനിവാസനാണ്. വിനീത് ശ്രീനിവാസ സിനിമാ ലോകത്തിലെ പെണ്ണുങ്ങളെ കൊടുത്തിട്ട് പ്രീതിപ്പെടുത്തുകയാണ്. വിനീത് ശ്രീനിവാസന്റെയും ധ്യാൻ ശ്രീനിവാസന്റെയും കേടോപ്പില്, ശ്രീനിവാസന്റെ മക്കളുടെ കേടോപ്പില് ശ്രീനിവാസത്തിൽ പെണ്ണുങ്ങളെ കൊടുത്ത് പ്രീതിപ്പെടുത്തുകയാണ്. അപ്പോ അഭ്യുന്നതി ഉണ്ടാവും, അവർ പൂജ നടത്തിയ അഭ്യുന്നതി ഉണ്ടാവും. എന്നാ വിശ്വാസം, അന്ധവിശ്വാസം. അങ്ങനെയാണ് ഈ പുതിയൊരു കേസൊക്കെ ഉണ്ടായത്. അല്ലെ പുതിയ കേസ് ഉണ്ടാവില്ലല്ലോ. ഒരു പെണ്ണ അല്ലെങ്കിൽ പീഡിപ്പിച്ച് ഭർത്താവില്ലാത്ത സ്ത്രീയാണ് പീഡിപ്പിച്ച് അവര് കേസ് ഉണ്ടാക്കിയത്. അത് എല്ലാവർക്കും ലോകത്തിലുള്ള അറിയാം. അപ്പൊ ഭർത്താക്കന്മാരുടെ സമ്മതത്തോടെ ഭാര്യമാരെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ട് പൂജ നടത്തി സമ്പത്ത് ഉണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങളെല്ലാം ലോകത്തിലുള്ള അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, എനിക്കെതിരെ വധഭീഷണിയായ ശേഷം ഞാന് വളരെ ഭയന്നുപോയി. പിന്നെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ തിരകൾ എന്ന സിനിമ എടുത്തു. തിരകൾ എന്ന സിനിമ എടുത്തപ്പോൾ ഞാൻ കൂടുതൽ ഭയന്നുപോയി. എന്റെ മകളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടിട്ട് നശിപ്പിക്കാനുള്ള പദ്ധതിയാണോ? എനിക്ക് ഒറ്റ മകളേ ഉള്ളൂ, വേറെ മക്കളൊന്നുമില്ല. ഈ മകളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് നശിപ്പിക്കാനുള്ള പദ്ധതിയാണോ എന്ന് പറഞ്ഞ് ഭയപ്പെടും. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ. അതിൽ നായിക ശോഭനയാണ്. ശോഭന BJP മെമ്പറാണ്. BJPയുടെ മുഴുവൻ സ്വാധീനം വെച്ചുകൊണ്ട് ശോഭനയെ കൊണ്ട് എന്നെ ഗുണം നശിപ്പിക്കുമെന്ന് ഇപ്പോഴും ഞാൻ ഭയപ്പെടുന്നുണ്ട്. പിന്നെന്താണ്, എനിക്കെതിരെ വധഭീഷണിയെ കുറിച്ച് ഞാൻ കണ്ണൂർ SP പരാതി കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ SP ഞാൻ കൊടുത്ത പരാതിന്റെ പകർപ്പ് ഇതെല്ലാം മുക്കി. ആരാ മുക്കിയത് നമുക്കറിയാലോ. പി പുരുഷോത്തമൻ, M രാജൻ, N ഷാഹിത്ത്, പിണറായിയുള്ള സ്വാധീനം വെച്ചിട്ട് അവരെ മുക്കി. പോലീസ് എൻക്വയറി ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഞാൻ എന്താ വളർത്ത്, അതിനു മുമ്പ് തന്നെ SP പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ചക്രക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവരുടെ പരാതി സ്വീകരിച്ചായിട്ട് ഒരു കോപ്പി ഒന്നുമില്ലാതെ എനിക്ക് റെസീറ്റ് അതില്ല. അതിനെ പറ്റിക്ക് SP ഉടനെ തന്നെ ഓൺലൈനായിട്ട് പരാതി കൊടുത്തു. അതിന്റെ ഫോട്ടോ കോപ്പി ചെയ്തു, നമ്പറിലുണ്ട്. എന്നിട്ട് രണ്ടാമത് ഞാൻ ഡയറക്റ്റായിട്ട് നേരിട്ട് പോയിട്ട് SP ഒരാളത്തിന് കോപ്പി ആദ്യം കാണിച്ചു. അത് പരാതി. പിന്നെ ഞാൻ ആർക്കാ പരാതി കൊടുത്തത്? കെൽസ എന്ന് പറയല്ലോ, കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി. ഇവർക്ക് പരാതി കൊടുത്തു. കെൽസന്റെ പരാതി സ്വീകരിച്ചുകൊണ്ട് കള്ളസ്. ഇതിന്റെ ഭാഗമായിട്ട് മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തു. PK ജഗന്നാഥൻ, കൂട്ടുരാജൻ, പച്ചസദാനന്ദൻ, CH മോഹൻദാസ്, P പുരുഷോത്തമൻ, N ഷാഹിത്ത്, M രാജൻ, NV ചന്ദ്രബാബു, KK ടീച്ചർ, ഭാസ്കര മാഷ്, ഇവരാവിലെ എല്ലാം വെട്ടിയാണ്. പരാതി കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചു? ഇവരവരായിരുന്നു ഒഴിവാക്കി. ഇവര് ഈ പൂവത്തും കൊണ്ട് ജഗന്നാഥ് പറഞ്ഞ PK ജഗന്നാഥിനെയും എന്റെ മൂത്തമ്മയുടെ മകൻ കൂട്ടുരാജനെയും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് മുകളിലയച്ചു. ഇവരുടെ വിഷയം ഒഴിവാക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഒഴിവാക്കി. N ഷാഹിത്തിനെ ഒഴിവാക്കി, P പുരുഷോത്തനെ ഒഴിവാക്കി, KK ശൈലജ ഒഴിവാക്കി, CH മോഹൻദാസിനെ ഒഴിവാക്കി, വിജേഷിനെ ഒഴിവാക്കി, CM കരുണാകരൻ നമ്പരുടെ മുൻ KPCC CM കരുണാകരൻ വിജേഷിനെ ഒഴിവാക്കി, CM ദയാനന്ദനെ ഒഴിവാക്കി, CM കരുണാകരൻ നമ്പരുടെ പെങ്ങളുടെ മരുമോന ഒഴിവാക്കി. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ ഈ വീണ്ടും പിടി ചെയ്യുന്നത്. എന്റെ കുടുംബത്തെ നശിപ്പിക്കാനുള്ള പദ്ധതി ഇവർ ഉപേക്ഷിച്ചിട്ടില്ല. CM കരുണാകരൻ നമ്പർ KPCC വെച്ചിട്ട് സ്വാധീനം, P പുരുഷോത്തമുള്ള CPM സ്വാധീനം, പിണറായി വിജയനുള്ള സ്വാധീനം, അതുപോലെ തന്നെ BJPയുടെ സ്വാധീനം, PK ജഗന്നാഥൻ, ഇവരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. CH മോഹൻദാസിന്, PK ജഗന്നാഥന് BJPയുടെ സ്വാധീനം, RSS സ്വാധീനം, ഇത് ഉപയോഗിച്ചുകൊണ്ട് കുടുംബത്തെ വെട്ടുകയാണ്.
ഈ വസ്തു ലോകം അറിയണം. തിരുകൽ സിനിമ വിനീത് ജോസൻ ജാസ്വാൻ എടുത്ത് എന്റെ മകളെ കിഡ്നാപ്പ് ചെയ്ത് നശിപ്പിക്കാണെന്നുള്ള ശങ്ക ഇപ്പോഴും എനിക്കുണ്ട്. ശോഭന അവള് BJP മെമ്പറാണ്, എനിക്ക് ഇപ്പോഴും ആശങ്കയുണ്ട്. എന്നൂടെ എന്ന് പറയുന്നു സത്യമാണ്. സത്യമോ തീട്ടം മുത്തപ്പന്റെ പേരിൽ, അമേധ്യ മുത്തപ്പന്റെ പേരിൽ എന്നെ വേട്ടയാടി, എന്റെ കുടുംബത്തെ വേട്ടയാടി. അവര് കോടികൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ പ്രകാരം ആ കോടികൾ ദേവസ്വം ബോർഡ് പോലും അറിയാത്ത കോടികൾ അവർക്കുണ്ട്. അവരുടെ പേരിൽ ഈ മറ്റൊന്നുള്ള രാഷ്ട്രീയ ജമിത്തം നമ്മൾ വേട്ടയാടിയിരുന്നു, നമ്മുടെ കുടുംബം നശിപ്പിക്കാൻ. P.P. ജയരാജന്റെയും KK ശാജിന്റെയും കെയർ ഓഫിൽ പി പി ദിവ്യയാണ് ഡയറക്ട് ഇൻവോൾവ്മെന്റ്, P. ശശിയാണ് ഡയറക്ട് ഇൻവോൾവ്മെന്റ്. അവരുടെ കെയർ ഓഫ് വേട്ടയാളികളാണ് എന്നെ, എന്റെ കുടുംബത്തിൽ. ഇത് ലോകം പറയണം. KPCC മുഴുവൻ അവരുടെ കൺട്രോളിലാണ്. BJP RSS സംസ്ഥാന നേതൃത്വം മുഴുവൻ അവരെ കൺട്രോളിലാണ്. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ. സുരേഷ് ഗോപിയാണ് ഇതിന് പറയുന്ന ഹിഡൻ അജണ്ട. ഇത് ലോകം പറയണം. എങ്ങനെ കുടുംബം നശിപ്പിക്കുന്ന പദ്ധതിയാണ്. ഞാൻ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, 8-9 പുസ്തകങ്ങൾ ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ചു. ഇത് ലോകം പറയണം. അമ്മ സംഘടന പൂർണ്ണമായിട്ട് എന്നെ ചതിച്ചു പോലെ നിൽക്കുകയാണ്. തെക്കൻ കേരളത്തെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് ഇത് ലോകം അറിയണം. അതുകൊണ്ട് ഇവിടെ പിന്നെ ഞാൻ നേരത്തെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, ശ്രീനിവാസനും വിനീത് ജോസനും ജാസ്വാസിനുള്ള ഭഗവത്വം കാരണം രാഹുൽ രാഷ് കൊടുത്തിട്ട് കയറില്ല. ഈ PK ജഗന്നാഥനൊക്കെ ഈ തീട്ടമുത്തപ്പം കാരണം എന്തൊക്കെ കുഴപ്പം പറ്റിയിട്ടുണ്ട്. എന്റെ ഒരു തലകെട്ടിലാണ് ക്രിസ്തുവാക്കേണ്ട പരിപാടി. ഞാൻ എന്താ ക്രിസ്തുവാൻ വേണ്ടി ജനിച്ചാണ്. എനിക്ക് 5 പെങ്ങന്മാരാണ്. ദാരിദ്ര്യമാണ് എന്റെ കുട്ടിക്കാലത്തെ വെട്ടിയാടി. ആ ദാരിദ്ര്യത്തിന് പോലും പറയാനായിട്ടാണ് ഞാൻ കൈക്കൂട്ട് കൊടുത്തിട്ടാണ് എന്റെ കുടുംബം ഉണ്ടാക്കി. അനക്കെന്ത് അമേധ്യമുത്തപ്പന്മാർ, ഇത് നിങ്ങൾ ഉപേക്ഷിക്കണം. പെരുങ്ങോട്ട് വരെയുള്ള ചാത്തന്മാരങ്ങൾ ഉപേക്ഷിക്കണം. പ്രശ്നങ്ങളിൽ മുത്തപ്പന്മാരങ്ങൾ ഉപേക്ഷിക്കണം. ചാതിയന്മാരാണ് അവര്. കേരള മക്കളെ നിങ്ങൾ വിൽപ്പത്തിലൂടെ, അറിവിലൂടെ ഉന്നതി പ്രാപിക്കും. ജാതി മതവും കുലം ഗോത്രമല്ല പ്രശ്നം, വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം നിങ്ങൾ ഉയർന്ന് ലോകം കീഴടക്കണം. മൂലധന ശക്തിയിൽ നിങ്ങൾ കീഴ്പ്പെടുത്തണം. ഈ ആഹ്വാനത്തോടെ ഞാൻ എന്റെ വീഡിയോ നിർത്തുന്നതാണ്.